ഒരുപാട് വാർത്തകളുണ്ടായിരുന്ന ഒരു സംഭവബഹുലമായ വാർത്താ ദിനത്തിൽ ഇതുവരെയുള്ള വാർത്തകളെ വിശദമായി തന്നെ പരിശോധിക്കുന്ന ഒരു മണിക്കൂർ. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഹാഷ്മി താജ് ഇബ്രാഹിം. ഞാൻ പ്രവിത ലക്ഷ്മി. ഹാഷ്മി, നമ്മൾ ആദ്യം തന്നെ പങ്കുവയ്ക്കുന്നത് നേപ്പാളിലെ വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളാണല്ലേ? നേപ്പാളിൽ ദാരുണാന്ത്യം വിമാന ദുരന്തം. നേപ്പാളിൽ വിമാനം ലാൻഡിംഗിന് തൊട്ടു മുൻപ് തകർന്നു വീണു. 67 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയതായി നേപ്പാൾ ഔദ്യോഗികമായി അറിയിച്ചു. മരിച്ചവരിൽ 5 പേർ ഇന്ത്യക്കാരാണ്. കാഠ്മണ്ഡുവിൽ നിന്ന് യാത്ര തിരിച്ച യതി എയർലൈൻസ് വിമാനമാണ് പൊക്കാറ രാജ്യാന്തര വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിന് തൊട്ടു മുൻപ് തകർന്നു വീണത്. അപകട കാരണം മോശം കാലാവസ്ഥ എന്നാണ് സൂചന. നേപ്പാളിന് ഇന്ന് കറുത്ത ഞായറാഴ്ച രാവിലെ 10:33 കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന വിമാനം ലക്ഷ്യസ്ഥാനത്ത് റൺവേയിൽ ഇറങ്ങുന്നതിന് മുമ്പ് തീഗോളമായി മാറി. യതി എയർലൈൻസിന്റെ വിമാനമാണ് പൊഖാറ രാജ്യാന്തര വിമാനത്താവളത്തിന് സമീപം ഒരു ഗർത്തത്തിലേക്ക് നിലംപൊത്തിയത്. പ്രാദേശിക സമയം രാവിലെ 11:10 അപകടം. 68 യാത്രക്കാരും 4 ജീവനക്കാരും വിമാനത്തിലുണ്ടായിരുന്നു. രക്ഷാപ്രവർത്തനങ്ങൾ വേഗത്തിൽ ആരംഭിച്ചെങ്കിലും ഫലമുണ്ടായില്ല. വിമാനത്തിൽ 5 ഇന്ത്യക്കാർ ഉൾപ്പെടെ നിരവധി വിദേശികളും സഞ്ചാരികളായിരുന്നു. റഷ്യ, അയർലൻഡ്, ദക്ഷിണ കൊറിയ, ഓസ്ട്രേലിയ, ഫ്രാൻസ്, അർജന്റീന തുടങ്ങിയ രാജ്യങ്ങളിലെ യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. വിമാനാപകടത്തിന്റെ പശ്ചാത്തലത്തിൽ നേപ്പാൾ മന്ത്രിസഭ അടിയന്തര യോഗം ചേർന്ന് സാഹചര്യങ്ങൾ വിലയിരുത്തി. അപകടത്തിന് പിന്നാലെ പൊഖാറ വിമാനത്താവളം താൽക്കാലികമായി അടച്ചു. പൊഖാറ രാജ്യാന്തര വിമാനത്താവളത്തിനും പഴയ വിമാനത്താവളത്തിനുമിടയിൽ സേതി റിവർ വാലിയിലാണ് വിമാനം തകർന്നു വീണത്. കാലാവസ്ഥാ പ്രശ്നങ്ങളാകാം അപകടത്തിന് പ്രധാന കാരണമായതെന്ന് കരുതുന്നു. വിമാനം പഴയ വിമാനത്താവളത്തിൽ ഇറക്കാനുള്ള ശ്രമത്തിനിടെയാണോ അപകടമുണ്ടായതെന്നും അഭ്യൂഹങ്ങളുണ്ട്. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. മരിച്ച 3 നേപ്പാൾ സ്വദേശികൾ അപകടത്തിൽപ്പെട്ടത് കേരളത്തിൽ നിന്ന് മടങ്ങുന്നതിനിടയിലാണ്. രാജു ടക്കൂരി, റബിൻ ഹമാൽ, അനിൽ ഷാഹി എന്നിവരാണ് പത്തനംതിട്ട ആനിക്കാട് സ്വദേശിയുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങവേ അപകടത്തിൽപ്പെട്ടത്. കേരളത്തിലെത്തിയ 5 പേരിൽ 2 പേർ കാഠ്മണ്ഡുവിൽ ഇറങ്ങി. ദീപക് തമാങ്, സരൺ ഷായ് എന്നിവരാണ് കാഠ്മണ്ഡുവിൽ ഇറങ്ങിയത്. നേപ്പാളിൽ സുവിശേഷകനായിരുന്ന ആനിക്കാട് സ്വദേശി മാത്യു ഫിലിപ്പിന്റെ സംസ്കാര ചടങ്ങിനായി ഇവർ വെള്ളിയാഴ്ചയാണ് കേരളത്തിലെത്തിയത്. എന്തായാലും കാര്യവട്ടത്തെ കാണികൾ കുറവാണെങ്കിലും പരമ്പര ഇന്ത്യ തൂത്തുവാരി, സമഗ്ര ആധിപത്യ ജയം അല്ലേ? അതെ, തീർച്ചയായിട്ടും പരമ്പര തൂത്തുവാരി ഇന്ത്യ. അക്ഷരാർത്ഥത്തിൽ ഒരു ബാറ്റിംഗ് വെടിക്കെട്ടാണ് കണ്ടത്. റൺമല എന്നൊക്കെ വെറുതെ പറയുന്നതല്ല, അക്ഷരാർത്ഥത്തിൽ അത് റൺമലയായിരുന്നു. ശുഭ്മാൻ ഗില്ലിന്റെയും വിരാട് കോഹ്ലിയുടെയും സെഞ്ചുറി മികവിൽ ശ്രീലങ്കയ്ക്കെതിരെ 390 റൺസാണ് ഇന്ത്യ അടിച്ചുകൂട്ടിയത്. പുറത്താകാതെ 166 റൺസ് എടുത്ത വിരാട് കോഹ്ലിയാണ് ടോപ്പ് സ്കോറർ. ഇന്ത്യൻ മണ്ണിലെ ഏകദിന സെഞ്ചുറി നേട്ടത്തിൽ വിരാട് കോഹ്ലി സച്ചിനെ മറികടന്നു. മറുപടി ബാറ്റിംഗിൽ ശ്രീലങ്കയ്ക്ക് 4 വിക്കറ്റ് നഷ്ടമായി. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്നും റിഞ്ചു മൊത്തായി തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. തീർച്ചയായും പ്രവിത, ഹാഷ്മി, നമുക്കറിയാം ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ ഒരു മനോഹരമായ ഒരു ദിവസം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു റെക്കോർഡ് ജയം, അത് ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും വലിയ വിജയം എന്ന റെക്കോർഡ് ഇന്ത്യൻ ടീമിന് കരസ്ഥമാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അത് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് എന്നുള്ളത് നമുക്കേറെ സന്തോഷം പകരുന്നൊരു കാര്യമാണ്. കാരണം കാണികളുടെ അസാന്നിധ്യം കൊണ്ട് വലിയ വിവാദങ്ങളായിരുന്നു ഈ മത്സരത്തിന് മുൻപ് ഉണ്ടായിരുന്നത്. നമ്മൾ മത്സരം ആരംഭിച്ചപ്പോൾ വലിയ ദുഃഖത്തോടെയാണ് ഈ മത്സരത്തിന് തുടക്കത്തിൽ ഗാലറിയിലേക്കെല്ലാം നോക്കിയത്. കാരണം ഒഴിഞ്ഞ സീറ്റുകൾ, ഒഴിഞ്ഞ ഗാലറി, അത് വലിയ നിരാശയുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഏതൊരു ക്രിക്കറ്റ് താരത്തെ സംബന്ധിച്ചും. പക്ഷേ വളരെ മനോഹരമായ ഒരു മത്സരം കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ക്രിക്കറ്റ് ഇവിടെ കളി കാണാൻ എത്തിയവരെ സംബന്ധിച്ച് ഉണ്ടായത്. കാരണം അവർ ഭാഗ്യവാന്മാരാണ്. വിരാട് കോഹ്ലിയുടെ അത്യുജ്വലമായ ഒരു പ്രകടനം നമുക്ക് ഇന്ന് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ കാണാൻ കഴിഞ്ഞു. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലെ 2ാമത്തെ ഏകദിന മത്സരമാണ്. എന്നാൽ പോലും ഈ പിച്ചിലെ ഏറ്റവും ഉയർന്ന സ്കോർ, അത് നിശ്ചിത ഓവറിൽ ഇന്ത്യ 390 റൺസാണ് നേടിയത്. ഇന്ത്യക്ക് വേണ്ടി വിരാട് കോഹ്ലി ഒരു അത്യുജ്വലമായ ഇന്നിംഗ്സ് കാഴ്ചവെച്ച് 166 റൺസാണ് വിരാട് കോഹ്ലി നേടിയത്. ശുഭ്മാൻ ഗിൽ, ഓപ്പണർ ശുഭ്മാൻ ഗിൽ, യുവതാരം
116 റൺസ് നേടി. രോഹിത് ശർമ്മ 42 റൺസ് നേടി. ഇന്ന് റെക്കോർഡുകളുടെ പെരുമഴ തീർക്കുകയായിരുന്നു വിരാട് കോഹ്ലി ഈ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ. കാരണം സ്വന്തം മണ്ണിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന ഒരു താരം എന്ന റെക്കോർഡ് അത് വിരാട് കോഹ്ലി സ്വന്തമാക്കുകയാണ്. സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കറിൽ നിന്നാണ് ആ റെക്കോർഡ് വിരാട് കോഹ്ലി തട്ടിയെടുക്കുന്നത്. അത് 20 സെഞ്ചുറിയായിരുന്നു സച്ചിൻ ടെണ്ടുൽക്കർ ഇന്ത്യൻ മണ്ണിൽ നേടിയത്. എന്നാൽ 21 സെഞ്ചുറി നേടിക്കൊണ്ട് ആ റെക്കോർഡ് വിരാട് കോഹ്ലി സ്വന്തമാക്കുകയാണ്. സെഞ്ചുറികളുടെ നേട്ടത്തിൽ സച്ചിൻ്റെ തൊട്ടടുത്തേക്ക് എത്തുകയാണ് വിരാട് കോഹ്ലി. ഏകദിന ക്രിക്കറ്റിൽ 49 സെഞ്ചുറികളാണ് സച്ചിൻ ടെണ്ടുൽക്കർ നേടിയിട്ടുള്ളത്. ഇപ്പോൾ വിരാട് കോഹ്ലിയുടെ നേട്ടം അത് 46ലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. വിരാട് കോഹ്ലി അത്യുജ്വലമായ ഫോമിൽ കളിക്കുന്നു. ഇന്നത്തെ മത്സരത്തിൽ ശ്രീലങ്കയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. വലിയ ഈ 391 എന്ന കൂറ്റൻ വിജയലക്ഷ്യമായി ഇറങ്ങിയ ശ്രീലങ്ക കേവലം 73 റൺസിന് അവരുടെ പോരാട്ടം അവസാനിക്കുകയായിരുന്നു. അവരുടെ അവസാന ബാറ്റ്സ്മാന് പരിക്ക് മൂലം ഇറങ്ങാനും കഴിഞ്ഞില്ല. ശ്രീലങ്കയെ സംബന്ധിച്ച് ശ്രീലങ്കയെ ആദ്യ സ്പെല്ലിൽ തന്നെ എറിഞ്ഞു വീഴ്ത്താൻ ഇന്ത്യയുടെ പേസർമാർക്ക് കഴിഞ്ഞു. മുഹമ്മദ് സിറാജ് 4 വിക്കറ്റ് വീഴ്ത്തി. മുഹമ്മദ് ഷമിയും അതോടൊപ്പം തന്നെ കുൽദീപ് യാദവും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. പരമ്പര തൂത്തുവാരിക്കൊണ്ട് ഇന്ത്യ അടുത്ത ടൂർണമെൻറ്റിലേക്ക് പോവുകയാണ്. ന്യൂസിലാൻഡാണ് ഇന്ത്യയുടെ അടുത്ത ടൂർണമെൻറ്റിലെ എതിരാളികൾ. ഇന്ത്യയെ സംബന്ധിച്ച് ആധികാരികമായ ജയം. ഏകദിന ലോകകപ്പിനായുള്ള ഈ വർഷം നടക്കാൻ പോകുന്ന ഏകദിന ലോകകപ്പിനായുള്ള തയ്യാറെടുപ്പ് അതിനൊരു മികച്ച തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇന്ത്യൻ ടീം എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. ഒക്ടോബർ മുതൽ നവംബർ വരെയാണ് ഇന്ത്യയിൽ ഏകദിന ലോകകപ്പ് നടക്കുന്നത്. 2013 ശേഷം നമുക്കൊരു ICC കിരീടം എന്നുള്ളത് നമുക്ക് കിട്ടാക്കരിയാണ്. അത് നേടിയെടുക്കാൻ കഴിയും എന്ന അതിനനുസരിച്ചുള്ളൊരു ടീം നമുക്ക് ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത്. വളരെ മികച്ചൊരു മത്സരം കാണാൻ കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് അതിൻ്റെ സന്തോഷമുണ്ട്. കാണികളുടെ അസാന്നിധ്യം സംബന്ധിച്ച വിവാദം നാളെ മുതൽ കേരളത്തിൽ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറമാൻ അഭിലാഷ് തൊഴുവങ്കോടിനൊപ്പം രഞ്ജു മത്തായ്, 24. എന്നാൽ ശശി തരൂർ പറഞ്ഞത് ഇന്നത്തെ കളി കാണാത്തവർ ഭാഗ്യമില്ലാത്തവരാണ് എന്നാണ്. യഥാർത്ഥത്തിൽ ആ കളി കണ്ടവർ ഭാഗ്യവാന്മാരാണെന്ന് രഞ്ജുമത്തായി അടക്കമുള്ളവർ നേരിട്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും. എന്തായാലും വലിയൊരു വിവാദത്തിനൊടുവിലാണ് ഈ കളി നടക്കുന്നത്. ഈ കളിയോട് കൂടി തന്നെ ഇനിയും കൂടുതൽ മത്സരങ്ങൾ ഇവിടേക്ക് വരുമോ എന്നുള്ള കാര്യത്തിലും സംശയമുണ്ടെന്ന് തോന്നുന്നു. മന്ത്രിയുടെ പ്രസ്താവന ഏറെ വിവാദമായ സാഹചര്യത്തിൽ അത് രൂക്ഷമായിട്ടാണ് പല ഭാഗത്തും. ഒരുപാട് ആരാധകരുള്ള ഒരു സംസ്ഥാനത്ത് അവിടുത്തെ പ്രധാനപ്പെട്ട സ്റ്റേഡിയത്തിൽ ഇത്രയും ആൾ ഒഴിഞ്ഞ ഒരു മത്സരം ഉണ്ടാവില്ല എന്നവർ തന്നെ പറയുന്നുണ്ട്. അത് നല്ലതാവില്ല എന്ന് KCA പറയുന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് അത്തരത്തിൽ ആശങ്കയുണ്ട്. സൗരവ് ഗാംഗുലിക്കടക്കം ദ്രാവിഡിനടക്കം നേരിട്ട് ആശങ്കയുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും. എന്തായാലും ഉള്ള ആരാധകർ മത്സരത്തിന് ശേഷം മടങ്ങിയത് വലിയ സന്തോഷത്തിലാണ്. ഇന്ത്യയുടെ വിജയം സ്റ്റേഡിയത്തിലെ ഉയർന്ന സ്കോർ, 2 സെഞ്ചുറി ഓർത്തുവെക്കാൻ ഒരുപാടുണ്ട്. ഗാലറിയിൽ ആളില്ലാത്തത് വിവാദമായെങ്കിലും കളി കാണാനെത്തിയ ക്രിക്കറ്റ് പ്രേമികൾ ആവേശത്തിലായിരുന്നു. ഒരു ക്രിക്കറ്റ് പ്രേമിയെ സംബന്ധിച്ചിടത്തോളം മനസ്സ് നിറഞ്ഞാണ് ഇന്ന് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്ന് അവർ ഇന്ത്യ ശ്രീലങ്ക ഏകദിന മത്സരം കഴിഞ്ഞ് മടങ്ങുന്നത്. അത്രത്തോളം ഇന്ത്യൻ ടീമിൻ്റെ മാസ് ആൻഡ് ക്ലാസ് പെർഫോമൻസ് എല്ലാ തരത്തിലും. കോഹ്ലിയുടെയും ഗില്ലിൻ്റെയും സെഞ്ചുറി, അതിനുമപ്പുറത്തേക്ക് വിരാട് കോഹ്ലിയുടെ 2 റെക്കോർഡുകൾ, അതിനെല്ലാം അപ്പുറത്തേക്ക് ടീം ഒന്നായി കളിച്ച ഏറ്റവും ലൈനിങ്ങിലുള്ള കളി എന്ന രീതിയിലുള്ള ഒരു വിലയിരുത്തൽ കൂടി ഉണ്ടാകുന്നത്. അതിലും ഇപ്പോൾ ഈ കളി കണ്ട് ഇറങ്ങിയ ആവേശത്തിൽ ആളുകൾ നമ്മളോടൊപ്പം ഉണ്ട്. അവരുടെ ആവേശമാണ് നമ്മൾ ഈ കാണുന്നത്. അത്യന്തം സന്തോഷത്തിലാണ് ഈ മനുഷ്യർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചേട്ടാ, കളി എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ മനോഹര കളിയായിരുന്നു, സൂപ്പർ കളിയായിരുന്നു. സെക്കൻഡ് ഹാഫില് ശ്രീലങ്കയുടെ പെർഫോമൻസ് കുറച്ച് മോശമായിരുന്നെങ്കിലും പക്ഷേ ഫസ്റ്റ് ഹാഫിൽ കോഹ്ലിന്റെ ഗില്ലിന്റെ സെഞ്ചുറി നമ്മൾ വളരെ പ്രതീക്ഷയിലപ്പുറമായിരുന്നു. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഇത്ര വലിയൊരു ഉയർന്ന സ്കോറാണ് ഈ 390 എന്ന് പറയുന്നത്. പ്രതീക്ഷിച്ചിരുന്നോ? തീർച്ചയായിട്ടും ഒരു ബാറ്റിംഗ് പിച്ചായിരിക്കും എന്നുള്ളത് നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എങ്കിലും കോഹ്ലിയും നമ്മുടെ എല്ലാ മുൻനിര താരങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ഉയർന്ന സ്കോർ വരുന്ന പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ശ്രീലങ്ക പെട്ടെന്ന് പുറത്തായത് നമുക്ക് ആ ഫുൾ ടൈം ഇരുന്ന് കളി കാണാനുള്ള ഒരു അവസരം നഷ്ടപ്പെടുന്നു എന്നുള്ള സങ്കടമേ ഉള്ളൂ. പക്ഷേ നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. കാര്യവട്ടത്തിന് മുൻപ് നടന്ന ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിനത്തിലും 50 ഓവർ തികച്ചൊരു ടീം ബാറ്റ് ചെയ്തിരുന്നില്ല. ഇപ്രാവശ്യവും നടന്നു. അതിന്റെ സന്തോഷമുണ്ടോ? തീർച്ചയായിട്ടും വളരെ നല്ല കളിയായിരുന്നു. പ്രത്യേകിച്ച് ഒരു 1 സൈഡ് വൈറ്റ് വാഷ് ആയി പോയി, എന്നാലും ഇന്ത്യ ഗംഭീരമാക്കി. 1 സൈഡ് വൈറ്റ് വാഷിൽ പൂർണ്ണമായും ഇന്ത്യൻ ടീം സെറ്റാണെന്നല്ലേ തെളിയിക്കുന്നത്? തീർച്ചയായിട്ടും. മുന്നോടിയായിട്ട് ടീമിന്റെ ഒരു വലിയ സെറ്റായി എന്നുള്ള കാര്യത്തിൽ തന്നെയാണ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ ഈ വേൾഡ് കപ്പ് വരികയാണ്, ഇന്ത്യൻ ടീം ഫോർമേഷൻ സെറ്റാണ്, ഈ ടീം റെഡിയാണ് എന്ന് തോന്നുന്നുണ്ടോ? അതെ, കാരണം കോഹ്ലിയുടെ ഒരു വൻ തിരിച്ചുവരവാണ് ഇത്. കോഹ്ലി മാത്രമല്ല, മുഴുവൻ ടീം ആസ് എ ടീം അടിപൊളി കളിയായിരുന്നു. പക്ഷേ നമ്മുടെ സീറ്റ് എല്ലാം കാര്യമാണ്. 60% സീറ്റ് കാര്യമാണ്. എന്താണെങ്കിലും ഇന്ത്യൻ ടീമിനുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഇന്ത്യൻ ടീമിനെ നമ്മൾ എത്രയും പെട്ടെന്ന് സപ്പോർട്ട് ചെയ്യണം, നല്ലവണ്ണം സപ്പോർട്ട് ചെയ്യണം. പക്ഷേ ഇത്രയും നല്ലൊരു തിരുവനന്തപുരത്ത് നല്ല ജനങ്ങൾ ഉണ്ടായിരുന്നിട്ട് തിരുവനന്തപുരത്ത് നല്ല ജനങ്ങളാണ് തിരുവനന്തപുരം കൊണ്ടുപോകാൻ വേണ്ടിയാ.
ഈ എന്തുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇത്ര ആൾ ഈ കളിയിൽ കുറഞ്ഞത്, ആളുകൾ കുറഞ്ഞത് എന്തുകൊണ്ടാവാം? റേറ്റ് കുറച്ച് ആൾക്കാരെ കൂട്ടിയിരുന്ന ടാക്സ് കൂടിപ്പോയി. ടാക്സ് കൂടിയത് കൊണ്ടാണ് ആൾക്കാർ കയറാത്തത്. ആൾക്കാർ കയറിയിരുന്നെങ്കിൽ ഈ നല്ലൊരു കളിയായി മാറേണ്ടതായിരുന്നു. തിരുവനന്തപുരത്ത് കൊണ്ടുപോകാൻ വേണ്ടിയായിരിക്കും എനിക്ക് തോന്നുന്നത്. ഏതായാലും വലിയ ആവേശം ഇതുമായി ബന്ധപ്പെട്ട കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലുണ്ട്. ചില പരാതികൾ മറുവശത്ത് ഇങ്ങനെ നിലനിൽക്കുന്നുമുണ്ട്. പക്ഷേ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഈ ക്രിക്കറ്റ് പ്രേമികളടക്കം ഉയർത്തിയിരിക്കുന്ന ഈ ആരോപണങ്ങൾ, പരാതികൾ അത് ഏത് തരത്തിൽ പരിഹരിക്കുമെന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മറ്റൊന്ന്, ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ആളുകൾ വന്നത്. 2 കളികൾ ഓൾറെഡി ജയിച്ച് പരമ്പര സ്വന്തമാക്കി ഇന്ത്യ. 3ാം കളിയിൽ സർവാധിപത്യം ഉറപ്പിച്ചുകൊണ്ടാണ് ശ്രീലങ്കയെ തറപറ്റിച്ചത്. അക്ഷരാർത്ഥത്തിൽ ലങ്കാദഹനം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു പ്രകടനം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഒരു പക്ഷേ മുൻപ് നമ്മൾ പറഞ്ഞത് തന്നെയാണ്, വേൾഡ് കപ്പിന് ഈ ടീം ഫോർമേഷൻ സജ്ജമാണ്. ഇന്നലെ ബാറ്റിംഗ് കോച്ച് ഉൾപ്പെടെയുള്ള ആളുകൾ അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ആ ടീം സജ്ജമാണ് എന്നുള്ള കാര്യം അടിവരയിട്ട് തെളിയിക്കുന്ന തരത്തിലേക്കുള്ള പെർഫോമൻസ് അത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയെ നമുക്ക് വിലയിരുത്താം. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തെ സംബന്ധിച്ച ഏറ്റവും ഉയർന്ന സ്കോർ ഉണ്ടാകുന്നു. വിരാട് കോഹ്ലിയുടെയും അതേപോലെ തന്നെ ഗില്ലിൻ്റെയും സെഞ്ചുറികൾ ഉണ്ടാകുന്നു. അതിനുമെല്ലാം അപ്പുറത്തേക്ക് വിരാട് കോഹ്ലി 2 റെക്കോർഡ്, പ്രത്യേകിച്ച് ഹോം ഗ്രൗണ്ടിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി എന്നുള്ള റെക്കോർഡ് വിരാട് കോഹ്ലി സമ്മാനിച്ചിരിക്കുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ഇന്നത്തെ രാത്രി മനോഹരമായി ഉറങ്ങാൻ, ഒരു ക്രിക്കറ്റ് പ്രേമിക്ക് മനോഹരമായി ഉറങ്ങാൻ കഴിയുന്ന സുന്ദര നിമിഷങ്ങൾ സമ്മാനിച്ചാണ് ഇന്ത്യൻ ടീം ഇതുമായി ബന്ധപ്പെട്ട് മടങ്ങുന്നത് എന്നുള്ളതും ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം. ക്യാമറമാൻ സച്ചിനൊപ്പം ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. ലക്ഷ്മി, ഷഫീദ് പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ അതിമനോഹരമായ ഒരു മത്സരമായിരുന്നു. പക്ഷെ അത് കാണാൻ അധികം ആളുകൾ എത്തിയില്ല എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ 2 മത്സരം ജയിച്ച ഓൾറെഡി തീരുമാനമായ മാച്ചാണ്. അതിൽ 3ാമത്തെ മത്സരമാണ്. വലിയ പ്രസക്തി ഇല്ല എന്ന് പറഞ്ഞാൽ പോലും ഇന്ത്യൻ ടീം നേരിട്ട് വരികയാണ്. തിരുവനന്തപുരം പോലെ ഗ്രീൻഫീൽഡ് പോലെ സ്റ്റേഡിയമാണ്. ഞായറാഴ്ച ദിവസമാണ്. കാണികൾ നിറഞ്ഞു കവിഞ്ഞ ചരിത്രമുള്ള സ്റ്റേഡിയമാണ്. അതുകൊണ്ട് തന്നെ ആൾ ഉണ്ടാവാതിരിക്കുന്നതിന് യാതൊരു ന്യായീകരണം എന്തായാലും ഇല്ല. പിന്നെ പറയുന്ന പോലെ ഇത് തിരുവനന്തപുരമാണ്. ഞായറാഴ്ച ആകുമ്പോൾ ഒരുപാട് സർക്കാർ ജോലിക്കാരുള്ളവർക്ക് വീട്ടിലേക്ക് മടങ്ങുന്നവരൊക്കെയാണ്. അപ്പോൾ എന്താണ് കാരണം? അതോ മന്ത്രിയുടെ പ്രസ്താവന തന്നെയാണോ നേരിട്ട് ബാധിച്ചത് തുടങ്ങിയ കാര്യങ്ങളിൽ ഗൗരവമായ പരിശോധന എന്തായാലും ഏകദിനത്തോടുള്ള താല്പര്യം നഷ്ടപ്പെട്ടതാണോ എന്നുള്ളൊരു ചോദ്യവും അതുകൊണ്ട്. കാര്യം ഒന്നാമത് നമ്മൾ വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ വലിയൊരു വൈബിൽ നിൽക്കുകയാണ്. ആ വൈബ് കഴിഞ്ഞു വരുന്നേ ഉള്ളൂ. അപ്പോൾ അതൊക്കെയാണോ, താല്പര്യക്കുറവുണ്ടോ എന്നൊക്കെയുള്ള എന്തായാലും അതിൽ ഒരു ഗുരുതര പരിശോധന ആവശ്യമായ സംഗതി തന്നെയാണല്ലേ. എന്തായാലും ആ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം, ആളൊഴിഞ്ഞ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം KCAക്ക് എന്തായാലും വലിയ നാണക്കേടാണ്. കായിക മന്ത്രിയുടെ വിവാദ പ്രസ്താവന തിരിച്ചടിയായെന്ന് KCA തന്നെ വിശദീകരിക്കുന്നുണ്ട്. കാണികൾ കുറഞ്ഞതിലെ ആശങ്ക വ്യക്തമാക്കി മുൻ ക്രിക്കറ്റ് താരങ്ങളും രംഗത്തെത്തിയിരുന്നു. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന 5ാമത്തെ അന്താരാഷ്ട്ര മത്സരമായിരുന്നു ഇന്ത്യ ശ്രീലങ്ക ഏകദിനം. മുൻ മത്സരങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കാണികൾ പാടെ കുറവ്. ആകെ 40,000-ഓളം സീറ്റുകളുള്ള സ്റ്റേഡിയത്തിൽ വിറ്റുപോയത് 10,000-ൽ താഴെ ടിക്കറ്റുകൾ മാത്രം. കാണികൾ കുറഞ്ഞതിനെക്കുറിച്ച് ക്രിക്കറ്റ് പ്രേമികൾ തന്നെ പറയുന്നത് ഇങ്ങനെ: ടിക്കറ്റിന്റെ റേറ്റ് തന്നെയാണ് ഒരു മെയിൻ പ്രശ്നം. പിന്നെ വേറെ സ്റ്റേറ്റുകളിലൊന്നും എന്റർടൈൻമെന്റ് ടാക്സ് ഇല്ല. ഉറപ്പായിട്ടുണ്ട്. കാര്യം 2021 വേൾഡ് കപ്പ് നമ്മൾ ഇന്ത്യയിൽ വെച്ച് നടക്കുന്നത്. ഇന്ത്യയിൽ മിക്കവാറും വേദിയാവേണ്ട സ്ഥലമാണ്. പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യം വന്ന കാരണം ചിലപ്പോൾ ആ വേദി പോലും നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. ടിക്കറ്റിനുമേൽ വിനോദ നികുതി കുത്തനെ ഉയർത്തിയപ്പോൾ ടിക്കറ്റ് വില വർദ്ധിച്ചതാണ് തിരിച്ചടിയായതെന്ന് KCA തന്നെ വിലയിരുത്തുന്നു. വിനോദ നികുതി കുറയ്ക്കില്ലെന്നും പട്ടിണി കിടക്കുന്നവർ കളി കാണേണ്ടതില്ലെന്നുമുള്ള കായിക മന്ത്രിയുടെ വിവാദ പ്രസ്താവനയും തിരിച്ചടിയായി. അദ്ദേഹത്തിന്റെ പ്രസ്താവനയോടനുബന്ധിച്ച് ബോയ്ക്കോട്ട് ദ ഗെയിം ക്യാമ്പയിൻ എടുത്തു. അങ്ങനെ ഒരു ക്യാമ്പയിൻ എടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു കോമൺ മാനോ അല്ലെങ്കിൽ താഴത്തെ ലെവലിലുള്ള ആളുകൾക്ക് അത് ഹേർട്ട് ചെയ്തിട്ടുണ്ടാകാം. അപ്പോൾ അതൊരു ഫാക്ടറാണ്. പ്ലസ് ഞാൻ പറഞ്ഞ എല്ലാ ഫാക്ടേഴ്സും ഉണ്ടാവും. അദ്ദേഹം അത് വിശദീകരണം നൽകിയല്ലോ. അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചതെന്നും എന്തുകൊണ്ടാണ് പറഞ്ഞത് അദ്ദേഹം വിശദീകരിച്ചു കഴിഞ്ഞാലല്ലോ. ഞായറാഴ്ച ആയിരുന്നിട്ട് കൂടി ടിക്കറ്റ് വിറ്റഴിയാതിരുന്നതിൽ അസോസിയേഷനിൽ സമ്മർദ്ദമുണ്ടാക്കിയിട്ടുണ്ട്. ഇതോടെ ഇനി വരാനിരിക്കുന്ന ലോകകപ്പ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം പരിഗണിക്കുന്നതിൽ പുനരാലോചന ഉണ്ടാകുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി. ഒഴിഞ്ഞ ഗാലറിയിൽ ആശങ്ക പ്രകടിപ്പിച്ച് മുൻ ക്രിക്കറ്റ് താരങ്ങളും രംഗത്തെത്തി. ഏകദിന ക്രിക്കറ്റ് അവസാനിക്കുകയാണോ എന്ന ആശങ്കയുണ്ടെന്ന് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം യുവരാജ് സിംഗ് ട്വിറ്ററിലൂടെ പ്രതികരിച്ചു. 24 തിരുവനന്തപുരം. എന്തായാലും മന്ത്രിയുടെ പ്രസ്താവന അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, സംശയമില്ല. മന്ത്രി തിരുത്തേണ്ടതായിരുന്നു, അത് സംശയമില്ല. പക്ഷേ മന്ത്രിയുടെ പ്രസ്താവന കൊണ്ടാണ് ആൾ ഇത്രയും കുറഞ്ഞതെന്ന് KCA പറയുന്നത്. KCA 2,000 രൂപ ടിക്കറ്റ് 2,860 രൂപ കൊടുക്കേണ്ടത്, ഇൻക്ലൂസീവ് ടാക്സ് വേറെ ആയിട്ട്. 1,000 ടിക്കറ്റിന് 1,500 ചില്ലുവാൻ രൂപ കൊടുക്കണമായിരുന്നു. അത് വേണമെങ്കിൽ ഇൻക്ലൂസീവ് ആക്കാമായിരുന്നു. ഇൻക്ലൂസീവ് ആക്കി കഴിഞ്ഞാൽ KCAക്കുള്ള വരുമാനം കുറയുമായിരുന്നു. KCA അതിലൊരു തരിമ്പ് പോലും വിട്ടുവീഴ്ച ചെയ്തില്ല. അതുകൊണ്ട് ഇതിൽ മന്ത്രിയുടെ കുറ്റം മാത്രമാണോ, KCA അങ്ങനെ ആ കടുംപിടുത്തം പിടിക്കുന്നതിൻ്റെ പ്രശ്നവും ഉണ്ടോ എന്ന് KCAയോട് ആലോചിക്കട്ടെ എല്ലാവരും. എന്തായാലും ഇന്ത്യക്ക് പടുകൂറ്റൻ സ്കോർ സമ്മാനിച്ച കാര്യവട്ടത്തെ മത്സരം കാണാൻ സ്റ്റേഡിയത്തിലെത്താത്തവർക്ക് നഷ്ടമാണ് ഉണ്ടായതെന്ന് തരൂർ MP പറഞ്ഞു.
മന്ത്രിയും പിന്നെ കേരള ക്രിക്കറ്റ് അസോസിയേഷനും ഈ സ്റ്റേഡിയവും ക്രിക്കറ്റ് കാണികളിനെ കുറിച്ച് ഒരു ബന്ധമില്ലാത്തൊരിതാണ്. അഥവാ നമ്മൾ വരാതിരുന്നാൽ BCCI ഇത് കണ്ടിട്ട് അപ്പോൾ തിരുവനന്തപുരത്തേക്ക് മാച്ച് കൊടുക്കണ്ടെന്നല്ലേ പറയുള്ളൂ. അപ്പോൾ മന്ത്രി എന്ത് പറഞ്ഞാലും നമ്മൾക്ക് ക്രിക്കറ്റ് താല്പര്യമുള്ള വ്യക്തികൾ വരായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ നഷ്ടം ശരിക്കും മിനിസ്റ്റർ ഒരു നഷ്ടമില്ല, മിനിസ്റ്ററിൻ്റെ ഉത്തരവാദിത്തമല്ല ഇത്. BCCI വേറെ ഒരു ബോഡിയാണ്, KCA കേരള ക്രിക്കറ്റ് വേറെ ബോഡിയാണ്. അപ്പോൾ നഷ്ടം ശരിക്കും ക്രിക്കറ്റ് താല്പര്യം ക്രിക്കറ്റ് പ്രേമികൾക്കാണ് ഈ നഷ്ടം. എന്തായാലും അതിലെന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ചൊരു അന്തിമ എന്താണെന്നുള്ളത് നമുക്കിതുവരെയും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. മന്ത്രിയുടെ പ്രസ്താവന അതൊരു ഭാഗത്തുണ്ട്, അതോടൊപ്പം തന്നെ ഈ ടിക്കറ്റ് വില സംബന്ധിച്ചുള്ള മറ്റു കാര്യങ്ങളുണ്ട്. എന്തായാലും അതിൽ ഒരു വ്യക്തത KCA വരുത്തട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും മന്ത്രിയുടെ പ്രസ്താവന ആണോ അല്ലയോ യഥാർത്ഥ കാരണം എന്ന് തന്നെ മന്ത്രി ആ പ്രസ്താവനയിൽ ഒരു തിരുത്ത് വൈകിയാണെങ്കിലും വരുത്തേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. പിന്നെ സ്റ്റേഡിയത്തിൽ ആൾ കുറഞ്ഞത് മന്ത്രിയുടെ പ്രസ്താവന കൊണ്ട് മാത്രമാണെന്ന് വ്യക്തിപരമായി ഞാൻ കരുതുന്നില്ല. അത് ഈ പറഞ്ഞ 2000 രൂപയുടെ ടിക്കറ്റ് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് 2860, മറ്റ് ഇപ്പോൾ ഗുവാഹത്തിയിൽ 2000-ന് 2120 രൂപയേ ഉള്ളൂ. അത് ബുക്ക് മൈ ഷോയിൽ കയറി ബുക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രം. അങ്ങനെ മറ്റെല്ലാ സ്ഥലങ്ങളിലും ഇൻക്ലൂസീവ് ടാക്സ് ആകുമ്പോൾ ഇവിടെ മാത്രം ടാക്സ് പുറത്ത്, എൻ്റർടൈൻമെൻറ്റ് ടാക്സ് അടക്കം, കൺവീനിയൻസ് ടാക്സ് അടക്കം എല്ലാം അതിന് പുറത്ത് നിൽക്കുന്നത് കൂടി അതിന് കാരണമായിട്ടുണ്ടാകാം എന്നും നേരത്തെ ബൈറ്റ് എടുത്തൊരു ആരാധകൻ പറയുന്നുണ്ടായിരുന്നു. അതിൽ പരിശോധന ഉണ്ടാവട്ടെ, കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഇനിയും നിറഞ്ഞു കവിയട്ടെ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി പ്രൈം ടൈം ന്യൂസ് കടക്കുന്നത്. യുവ സംവിധായക നയന സൂര്യന്റെ ദുരൂഹമരണത്തിൽ പോലീസ് വീഴ്ചയുടെ കൂടുതൽ തെളിവുകൾ പുറത്ത്. നയനയുടെ മരണസമയത്ത് ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ കാണാതായി. മ്യൂസിയം സ്റ്റേഷനിലേക്ക് കോടതി കൈമാറിയ വസ്ത്രങ്ങളാണ് കാണാതായത്. മ്യൂസിയം സ്റ്റേഷനിൽ ക്രൈംബ്രാഞ്ച് നിർദ്ദേശപ്രകാരം പരിശോധന നടത്തി. ഷഫീദ് റാവുത്തറാണ് ആ വാർത്തയുടെ വിവരങ്ങൾ വച്ചിരുന്നത്. ഷഫീദ്, ഇപ്പോൾ തുടരന്വേഷണത്തിൽ ഏറ്റവും നിർണായകമാകേണ്ട ഒരു തെളിവാണ് ഇപ്പോൾ DNA അല്ലെങ്കിൽ അവിടെ നിന്നെടുത്ത മറ്റ് തെളിവുകളുടെ അഭാവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവില്ല, അങ്ങനെയല്ലേ അതിനർത്ഥം? ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിസ്സിംഗ് ഉണ്ടായിരിക്കുന്നു എന്നതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ നയന സൂര്യന്റെ മരണസമയത്തെ വസ്ത്രങ്ങൾ കാണാനില്ല എന്ന് പോലീസ് തന്നെ വ്യക്തമാക്കുമ്പോൾ ഇതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു വലിയ അലംഭാവം ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. മ്യൂസിയം സ്റ്റേഷനിലേക്ക് കോടതി കൈമാറിയ വസ്ത്രങ്ങളാണ് ഇപ്പോൾ കാണാതായിട്ടുള്ളത്. ശാസ്ത്രീയ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തണമെങ്കിൽ നമുക്കറിയാവുന്ന പോലെ 4 വർഷം മുൻപ് നടന്ന കൊലപാതകമാണ്. ആ കൊലപാതകത്തിൽ സ്വാഭാവികമായും വേണ്ടത് ഈ ഫോറൻസിക് പരിശോധനാ ഫലങ്ങളും അതേപോലെ തന്നെ നയന സൂര്യൻ ആ മരണസമയത്ത് ധരിച്ച വസ്ത്രങ്ങളിൽ നിന്നുള്ള ചില ശാസ്ത്രീയ കണ്ടെത്തലുകളുമാണ്. ഇത് രണ്ടും അടയ്ക്കുന്ന തരത്തിലേക്കുള്ള ചില കാര്യങ്ങളാണ്, ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ മ്യൂസിയം സ്റ്റേഷനിലേക്ക് കോടതി കൈമാറിയവ കാണാതായി എന്ന് പറയുമ്പോൾ അത് എവിടെയുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും പോലീസിന് വ്യക്തതയില്ല. ഫോറൻസിക് ലാബിലുണ്ടോ എന്നുള്ള കാര്യം അത് അന്വേഷിക്കുകയാണ്. വിവാദമായതിനു ശേഷം അത് അന്വേഷണം അതുമായി ബന്ധപ്പെട്ട് നടത്തുന്നു. ലാബിലേക്ക് കൈമാറിയതിന്റെ രേഖകൾ അത് സ്റ്റേഷനിൽ ഇല്ല എന്നുള്ളതും ഈ സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. തുടരന്വേഷണത്തിൽ പ്രത്യേകിച്ച് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം തിരുവനന്തപുരം യൂണിറ്റ് ക്രൈംബ്രാഞ്ച് DYSP ജലീൽ തോട്ടർ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ക്രൈംബ്രാഞ്ചിന് ഈ തെളിവുകൾ ലഭിക്കുന്നില്ല. അതല്ലെങ്കിൽ എങ്ങനെ ഈ മരണം സംഭവിച്ചു എന്ന് കണ്ടെത്താനുള്ള ഏറ്റവും നിർണായകമായിട്ടുള്ള എവിഡൻസ് അത് കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുള്ളത് തുടരന്വേഷണത്തെ തിരിച്ചടിയാകും. മാത്രവുമല്ല മുൻപ് തന്നെ ചില വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. പോലീസിന്റെ ഭാഗത്തുനിന്ന് ആദ്യഘട്ടത്തിൽ ചില വീഴ്ചകൾ ഉണ്ടായി. മാത്രവുമല്ല ഈ ആദ്യഘട്ട വീഴ്ചകൾക്കപ്പുറത്തേക്ക് പോലീസ് ശേഖരിക്കേണ്ട ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടില്ല എന്നുള്ള ഒരു വിമർശനം അത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള നയനയുടെ വസ്ത്രങ്ങൾ, മരണസമയത്ത് നയന ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ള പോലീസിന് തന്നെ വെളിപ്പെടുത്തൽ. ഇത് അത്യന്തം ഗൗരവമായിട്ടുള്ള ഒരു സംഭവമാണ്. മാത്രവുമല്ല തുടരന്വേഷണത്തിൽ ഏറ്റവും വലിയ തിരിച്ചടിയാകുന്ന ഒരു സംഭവം കൂടിയായി ഇത് മാറും. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങളിൽ. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് 3 വർഷം പുറത്തു വരാതെ അത് ഏതോ മേഖലകളിൽ പൂഴ്ത്തിവെക്കപ്പെടുന്നു. 4 വർഷമാകുന്നു ഇത് പൂഴ്ത്തിവെക്കപ്പെടുന്നു. അതിൻ്റെ എല്ലാവിധ വസ്തുക്കൾ തമസ്കരിക്കപ്പെടുന്നു. അത് കഴുത്ത് ഞെരിഞ്ഞുള്ള മരണമാണെന്ന് നക്ഷത്രം പോലെ എഴുതി വെച്ചിട്ടും അത് കാണാതിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ പ്രധാന തെളിവാണ് വസ്ത്രം എവിടെയെന്നറിയില്ല. ഒരു കേസ് എങ്ങനെ അട്ടിമറിക്കാം എന്നുള്ളതിൻ്റെ റെഫറൻസ് ആയിട്ട് ഒരുപക്ഷെ ഭാവികാല വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പറ്റിയൊരു കേസ് എനിക്ക് മാറും. അങ്ങനെ തന്നെയാണ് ഈ വിവരങ്ങളിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് അല്ലേ. നമസ്കാരം, പ്രൈം ടൈം ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. പ്രൈം ടൈം ന്യൂസ് ഇനി കടക്കുന്നത് യുക്രൈനിൽ നിന്നുള്ള അപ്ഡേറ്റ്സിലേക്കാണ്. ഹാഷ്മി, യുദ്ധം തുടങ്ങി ഫെബ്രുവരി 24 1 വർഷം തികയാണ്. നിരവധി മനുഷ്യരുടെ ജീവൻ പൊലിഞ്ഞു. ഒരു രാജ്യം തന്നെ ഇല്ലാതായി. യുദ്ധം അവസാനിപ്പിക്കാനുള്ള യാതൊരു ശ്രമവും ഇരു രാജ്യങ്ങളുടെയും സമരം യുദ്ധം തീർന്നേക്കുമെന്ന് കരുതിയെടുത്തുനിന്ന് 1 വർഷത്തോളം യുദ്ധം നീളുന്നു. മാത്രമല്ല ഇപ്പോൾ ജനവാസ മേഖലകളിൽ കൂടുതൽ രൂക്ഷമായ ആക്രമണം ഉണ്ടാകുന്നു. അങ്ങനെ കുറച്ചുകൂടി രക്തരൂക്ഷിതവും അല്ലേ
നേരത്തെ സിവിലിയൻസ് യുക്രൈൻ എന്ന് പറയുന്ന രാജ്യം തന്നെ ഇല്ലാതായി അല്ലേ? അവിടെ ഇനി കുറച്ച് മനുഷ്യർ മാത്രം ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. പ്രേതഭൂമി എന്നൊക്കെ കണക്കൊക്കെ കിടക്കാണ് അവിടെ. അതെ. ഏറ്റവും ഒടുവിൽ വ്യോമാക്രമണം തുടരുന്നു എന്നുള്ളതാണ് അപ്ഡേറ്റ്. ഡിനിപ്രോയിലെ ജനവാസ മേഖലയിലെ ബഹുനില കെട്ടിടത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 23 പേരാണ് കൊല്ലപ്പെട്ടത്. 24 പേർക്ക് ഗുരുതര പരിക്കുണ്ട്. ആക്രമണത്തിൽ 48 പേരെ കാണാതായെന്ന് റിപ്പോർട്ടുകൾ. യുക്രൈനിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി ഡോക്ടർ SS സന്തോഷ് കുമാർ ചേരുന്നുണ്ട്. അതിനു മുൻപ് യുക്രൈനിൽ നിന്നുള്ള ആ ദൃശ്യങ്ങളിലേക്ക്. ഡോക്ടർ SS സന്തോഷ് കുമാറാണ് യുക്രൈനിൽ ചേരുന്നത്. ഡോക്ടർ, ജനവാസ മേഖലകളിൽ ഇപ്പോൾ ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഒക്കെ മാറി വീണ ആക്രമണമല്ലാതെ ജനവാസ മേഖല കേന്ദ്രീകരിച്ച് കൃത്യമായി ഇത്രയും ആളുകളെ കൊല്ലുക എന്ന ഉദ്ദേശത്തിലൊരു ആക്രമണം യുദ്ധം തുടങ്ങിയത് ആദ്യമാണെന്ന് തോന്നുന്നു. ആക്രമണം നടന്നിട്ടുണ്ടോ എന്നുള്ളത് ശരിയാണ്. ജനവാസ മേഖലയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. അത് ഇനിയിപ്പോ അത് ഇങ്ങനൊരു ഉദ്ദേശം വെച്ചിട്ടാണോ ഇല്ലേ എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയുന്നില്ല. കാരണം ഒരു ആദ്യത്തെ ഒരു ആക്രമണമായതുകൊണ്ട് തന്നെ അത് എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ശരിക്കും ഈ ഒരു ജനവാസ മേഖലയിൽ ലക്ഷ്യം വെച്ചുകൊണ്ടാണോ റഷ്യ അങ്ങനെ ചെയ്തതെന്നും അറിയില്ല. പക്ഷേ ഇതൊരു ഹൈപ്പർസോണിക് മിസൈലാണ്. വളരെ വലുതായിട്ടുള്ള, അതായത് ഈ യുദ്ധവിമാനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ഒരു ഷിപ്പ് അത് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മിസൈലാണത്. ഈ മിസൈൽ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ജനവാസ മേഖലയിൽ സാധാരണ ഉപയോഗിക്കാറില്ല. ഇങ്ങനെ എന്തെങ്കിലും ബോംബിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ ഇതുവരെയും അറിയില്ല. കാരണം അത് ഈ പറയുന്ന മിസൈലുകൾക്കെതിരെയുള്ള ആന്റി മിസൈൽ ടാക്ടിക്സിന് പറ്റാത്ത ഒരു സംഭവമാണ്. കാരണം ഒരു ഹൈപ്പർസോണിക് മിസൈൽ ആയതുകൊണ്ട് തന്നെ ഇപ്പൊ ഉക്രൈന് ഇവരുടെ കൈവശമുള്ള ഈ പറയുന്ന മിസൈലിനെ പ്രതിരോധിക്കാനുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് തകർക്കാനോ ഇല്ലെങ്കിൽ ഇതിനെ പ്രതിരോധിക്കാനോ കഴിയാത്തൊരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയൊരു പാർപ്പിട സമുച്ചയത്തിനകത്തേക്കാണ് വന്നു വീണിട്ടുള്ളത്. ഒരു വലിയ ഒരു ഭാഗം മുഴുവനായിട്ട് തന്നെ അത് പൊളിഞ്ഞ് താഴോട്ട് വീണിട്ടുണ്ട്. അപ്പൊ അതിനടിയിൽ ഒത്തിരി പേര് അകപ്പെട്ടു പോയിട്ടുണ്ട്. 24 പേര് എന്തായാലും മരിച്ചുവെന്ന് ഒരു 2 മണിക്കൂർ മുമ്പ് നമുക്ക് അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. നമ്മള് ഇവിടുത്തെ ആൾക്കാരെ ഇവാക്യുവേറ്റ് ചെയ്യുന്ന തിരക്കിലാണ്. ഇപ്പോ ഈ ബുൾഡോസറുകളും മറ്റും വന്ന് ഈ കുടുങ്ങിക്കിടക്കുന്ന ഈ വലിയ കെട്ടിടത്തിനകത്ത് പൊളിഞ്ഞു വീണ ഈ കെട്ടിടത്തിന്റെ അതിനകത്ത് ഡെബ്രിക്കകത്തൊക്കെ കിടക്കുന്ന ആൾക്കാർ അവിടെ നിന്ന് ഫോൺ ചെയ്യുന്നുണ്ട്. മാത്രമല്ല വിളിച്ച് കരയുന്നുണ്ട്. അതെല്ലാം ഇവിടെ എടുക്കാൻ കഴിയുന്നുണ്ട്. പല ആൾക്കാർക്കും ഇങ്ങനെ വിവരം കിട്ടുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് എല്ലാവരും അത് തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് ഒരു കാര്യം ഉറപ്പാണ്, ഇങ്ങനെ ഒരു ജനവാസ മേഖലയിൽ സിവിലിയൻ കേന്ദ്രത്തിൽ ആദ്യമായി നടക്കുന്ന ഒരു ആക്രമണം ആയതുകൊണ്ട് തന്നെ ഇത് വല്ലാത്ത ഭീതി ഇവിടുത്തെ ജനങ്ങളിൽ വിതച്ചിട്ടുണ്ട്. കൂടുതൽ പലായനങ്ങൾ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ വാസ്തവത്തിൽ അത് ഒരു രക്തരൂഷിതമായിട്ടുള്ള വലിയ യുദ്ധത്തിലേക്ക് പോകുമെന്ന് ഏകദേശം ഉറപ്പാണ്. താങ്ക് യു ഡോക്ടറാണ് ഡോക്ടർ SS സന്തോഷ് കുമാറാണ് അവിടുന്ന് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ ജനവാസ മേഖലകളിലേക്ക് കൃത്യം ഇപ്പോൾ ഡോക്ടർ തന്നെ പറയുന്നത് അത് കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ അത് തകർക്കണം എന്ന ഉദ്ദേശത്തിൽ നേരിട്ടയച്ചതാണോ എന്ന് ഉറപ്പില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ അതാണ് ഉദ്ദേശമെങ്കിൽ ഈ വല്ലാത്ത അവസ്ഥയിലൊക്കെ യുദ്ധം പോവുകയും ചെയ്യും. മാത്രമല്ല ഇപ്പോൾ ഡോക്ടർ യുക്രൈനിൽ എത്തിയിരിക്കുന്നത് UN മിഷന്റെ ഭാഗമായിട്ടാണ്. അവിടെ ഈ പരിക്കേൽക്കുന്നവരെയൊക്കെ ചികിത്സിക്കാൻ UN മിഷന്റെ ഭാഗമായിട്ടാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ യുക്രൈനിൽ നിന്ന് പലായനം ചെയ്തു. ഇപ്പോൾ അവിടെ ഐക്യരാഷ്ട്രസഭയാണ് പ്രധാനമായിട്ടും എല്ലാ സഹായവും എത്തിക്കുന്നത്. ഡോക്ടർ പറഞ്ഞ പ്രധാന കാര്യം, അങ്ങനെയെങ്കിൽ ഇത് മനുഷ്യവാസ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്താൻ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് കെട്ടിടം തകർക്കുന്നതെങ്കിൽ പലായനങ്ങൾ കൂടും. പലായനങ്ങളുടെ കണക്ക് ഇപ്പോൾ തന്നെ എടുത്താൽ അത് ഭീമമായ അളവാണ്. ആ അളവിൻ്റെ കൂട്ടത്തിലേക്ക് യുക്രൈനിലെ പാവം വീട് നഷ്ടപ്പെട്ട നിരായുധരായ സാധു മനുഷ്യർ കൂടി ചേരും എന്നുള്ളതേ യുദ്ധത്തിൻ്റെ അനന്തരഫലമായുള്ളൂ. എല്ലാ യുദ്ധങ്ങളിലെയും അനന്തരഫലം അതാണ് താനും. പ്രൈം ടൈം ന്യൂസിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ആലപ്പുഴയിലെ നഗ്നദൃശ്യ വിവാദത്തിൽ പരാതി പോലീസിന് കൈമാറാതെ CPIM. ക്രിമിനൽ കുറ്റമായിട്ടും പാർട്ടി നടപടി മാത്രമായി ഒതുക്കി തീർക്കാനാണ് ശ്രമം. ഇത്തരം കാര്യങ്ങളിൽ പാർട്ടി നിലപാട് മാറ്റേണ്ട ആവശ്യമില്ലെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി 24നോട് പ്രതികരിച്ചു. അതേസമയം പരാതിക്കാരെ ഭീഷണിപ്പെടുത്തിയതിന് ആലപ്പുഴ സൗത്ത് ഏരിയ കമ്മിറ്റി അംഗം AD ജയന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. ആലപ്പുഴയിൽ പാർട്ടി ഒറ്റക്കെട്ടെന്നും വിഭാഗീയത മാധ്യമ സൃഷ്ടിയെന്നും
ജില്ലാ സെക്രട്ടറി ആർ നാസർ വിമർശിച്ചു. പാർട്ടി സഹപ്രവർത്തകരടക്കം 30ഓളം സ്ത്രീകളുടെ നഗ്നദൃശ്യം പകർത്തി സൂക്ഷിച്ചതിന് ഏരിയ കമ്മിറ്റി അംഗത്തെ പുറത്താക്കിയെങ്കിലും പരാതി CPIM പോലീസിന് കൈമാറിയിട്ടില്ല. പരാതി നൽകേണ്ടത് പാർട്ടിയല്ല, പരാതിക്കാർ തന്നെയെന്നാണ് CPIM ജില്ലാ നേതൃത്വത്തിന്റെ വിശദീകരണം. പാർട്ടിക്കുറപ്പുള്ള കാര്യങ്ങൾ ജനങ്ങളോട് പറയണമെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി 24-നോട് പ്രതികരിച്ചു. തെറ്റായ എന്തെങ്കിലും പ്രവർത്തനം വ്യക്തിപരമായി ആരെങ്കിലും പാർട്ടിക്ക് നിരക്കാത്ത വിധത്തിൽ അവരുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് സൂക്ഷിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള ചിത്രങ്ങൾ സൂക്ഷിച്ചെങ്കിൽ അതിന് തെളിവുണ്ടെങ്കിൽ പാർട്ടി നടപടിയെടുക്കും. അതിന് ഒരു നിമിഷം പോലും പാർട്ടി മടിച്ചു നിൽക്കില്ല. AP സോണയ്ക്കെതിരെ പാർട്ടിയിൽ പരാതി നൽകിയവരെ ഭീഷണിപ്പെടുത്തിയതിന് സൗത്ത് ഏരിയ കമ്മിറ്റി അംഗം AD ജയന് ജില്ലാ സെക്രട്ടേറിയറ്റ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. പാർട്ടി പുറത്താക്കിയ സോണയ്ക്ക് ഇയാൾ നവമാധ്യമത്തിലൂടെ പരസ്യ പിന്തുണയും പ്രഖ്യാപിച്ചിരുന്നു. വിശദീകരണം ലഭ്യമായ ശേഷം ജയനെ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുമെന്നാണ് സൂചന. വിഷ്ണു സുരേഷ്, 24, ആലപ്പുഴ. CPIM പ്രാദേശിക നേതാവുമായുള്ള തർക്കത്തിന് പിന്നാലെ കായംകുളം SI സ്ഥലം മാറ്റിയ ഉത്തരവ് പിൻവലിച്ച പോലീസ്. തർക്കത്തിന്റെ ദൃശ്യങ്ങൾ പ്രചരിച്ചതിനെ തുടർന്നാണ് SIക്കെതിരെ നടപടിയെന്ന മാധ്യമ വാർത്തകൾക്ക് പിന്നാലെ ഉത്തരവ് മരവിപ്പിച്ചത്. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്ഥലമാറ്റം ഇപ്പോൾ വേണ്ട എന്നാണ് തീരുമാനമെന്ന് കായംകുളം DYSP അറിയിച്ചു. ഒരാഴ്ച മുൻപിറങ്ങിയ സ്ഥലമാറ്റ ഉത്തരവാണ് മരവിപ്പിച്ചത്. SI ശ്രീകുമാറും CPIM ചേരാവള്ളി ലോക്കൽ കമ്മിറ്റി അംഗം അഷ്കറും തമ്മിൽ തർക്കിക്കുന്ന ദൃശ്യങ്ങൾ ഇന്ന് പുറത്തു വന്നിരുന്നു. നമ്മൾ നേരെ ഇനി പോകുന്നത് ശശി തരൂരുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളിലേക്കാണ്. സമൂഹത്തിൽ ജാതിബോധം വളർത്തിയത് രാഷ്ട്രീയക്കാരാണെന്ന് ശശി തരൂർ MP. ജാതിക്ക് രാഷ്ട്രീയത്തിൽ പ്രാധാന്യമേറെയാണെന്നും ശശി തരൂർ പറഞ്ഞു. തന്റെ ഓഫീസ് ജീവനക്കാരിൽ ഏറെയും നായർ സമുദായത്തിലുള്ളവരെന്ന പരാതി ഉയർന്നതോടെ മറ്റ് സമുദായക്കാരെ തെരഞ്ഞെടുക്കേണ്ടതായി വന്നു എന്നും ശശി തരൂർ കൂട്ടിച്ചേർക്കുന്നു. ഒരു കൺസ്റ്റിറ്റ്യുവൻസിന്റെ അകത്ത് ഒരു ജാതി പ്രാധാന്യമുണ്ടെങ്കിൽ അവിടുത്തെ ഒരു സ്ഥാനാർത്ഥി ആ ജാതിനെ വെച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പറയാൻ കൂടി ആവശ്യമില്ല, ഒരു സബ്ലിമിനൽ മെസ്സേജ് പോയില്ലേ, നമ്മളുടെ ആളാണ് ഇയാൾക്ക് വോട്ട് ചെയ്യണമെന്ന്. അങ്ങനെ ഒരു വഴിക്ക് കാസ്റ്റ് ബിക്കേം എൻ ഇൻസ്ട്രുമെന്റ് ഓഫ് പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ. എന്റെ ഓഫീസിലൊക്കെ നായന്മാരാണ്. ഞാൻ ഒരു സെക്കൻഡ് ഒരു വ്യക്തിയോട് അതിന്റെ ജാതി ചോദിച്ചിട്ടുണ്ടായിരുന്നു. നായർ നേതാവ് പറഞ്ഞ അവരുടെ റെക്കമെൻഡേഷൻ ഉണ്ടാകാൻ എടുത്തത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ? അപ്പൊ ഞാൻ അങ്ങനെയാണെങ്കിൽ നമ്മൾ കോൺഷ്യസ് ആയിട്ട് മറ്റ് സമുദായത്തിലെ വ്യക്തികളെ നമ്മുടെ ഓഫീസ് ഉൾപ്പെടുത്തണം. അതേസമയം തരൂർ വിഷയത്തിൽ പ്രതികരിക്കാനില്ല എന്ന് രമേശ് ചെന്നിത്തല. വിവാദങ്ങൾ മാറ്റിവെച്ച് പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് കോൺഗ്രസ് ഇപ്പോൾ ചെയ്യേണ്ടത്. K മുരളീധരൻ തന്നെ പരിഹസിച്ചു എന്നത് മാധ്യമ സൃഷ്ടി മാത്രമാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഏതായാലും ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാ വിവാദങ്ങളും മാറ്റിവെച്ച് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് വേണ്ടി എല്ലാവരും തയ്യാറാകണം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് 365 ദിവസമേ ഉള്ളൂ. എല്ലാവരും, എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റി ഒറ്റക്കെട്ടായി ഒരുമിച്ച് ഇന്ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് വേണ്ടി മുന്നോട്ട് വരണം. ഇപ്പോൾ കോഴിക്കോട് നിന്ന് വരുന്ന ഒരു വാർത്തയിലേക്കാണ് ഇനി. കോഴിക്കോട് ബാലുശ്ശേരി തലയാട് സ്ത്രീ പൊള്ളലിറ്റ് മരിച്ച നിലയിൽ കക്കയം റോഡിൽ റബ്ബർ തോട്ടത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി. VS രഞ്ജിത്താണ് വിവരങ്ങളുമായി ചെയ്യുന്നത്. രഞ്ജിത്ത്, എന്താണ് പോലീസ് പറയുന്നത്? അല്പം മുമ്പാണ് ഈ സംഭവം. തലയാട് ഭാഗത്ത് ഒരു പള്ളിപ്പെരുന്നാൾ ഉണ്ടായിരുന്നു. ഈ പള്ളിപ്പെരുന്നാളിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ആളുകളാണ് തൊട്ടടുത്ത റബ്ബർ എസ്റ്റേറ്റിൽ തീ ആളി കത്തുന്നത് കണ്ടത്. അവിടെ തീപിടുത്തമാണെന്ന് കരുതി അവർ അങ്ങോട്ട് ചെന്ന് നോക്കുന്ന സമയത്താണ് ഒരു സ്ത്രീ ഇങ്ങനെ തീ കത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ടത്. പൂർണ്ണമായും ശരീരത്തിൽ തീ ആളി കത്തിയ ശേഷമാണ് നാട്ടുകാർക്ക് അവിടെ എത്താൻ സാധിച്ചത്. അവർ തീ അണയ്ക്കുമ്പോഴേക്കും സ്ത്രീ അവിടെ വെച്ച് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു. പക്ഷെ ആരാണ് മരണപ്പെട്ടതെന്ന് അറിയാൻ സാധ്യമല്ല. ഒരു യുവതിയാണ്, യുവതിയുടെ മൃതശരീരമാണെന്ന് മാത്രമേ തിരിച്ചറിയാൻ സാധിച്ചിട്ടുള്ളൂ. പോലീസ് അല്പസമയം മുമ്പ് അവിടെ എത്തിയിട്ടുണ്ട്. പരിശോധന തുടരുകയാണ്. ഈ പള്ളിപ്പെരുന്നാളിനിടയിലായതുകൊണ്ട് തന്നെ ഈ റബ്ബർ എസ്റ്റേറ്റിലൊന്നും തൊട്ടടുത്തൊന്നും ആൾതാമസം ഇല്ലാത്തൊരു സ്ഥലവും കൂടിയാണ്. അതുകൊണ്ട് ഈ സ്ത്രീയെ കണ്ടെത്താൻ ചെറിയൊരു ബുദ്ധിമുട്ട് പോലീസിന് ഇപ്പോൾ തുടക്കത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സംഭവത്തിലെ ദുരൂഹതയെ പറ്റി പോലീസ് എന്തെങ്കിലും പറയാൻ സമയമായിട്ടില്ല അല്ലേ രഞ്ജിത്ത്? തീർച്ചയായിട്ടും ഇല്ല. ഇത് ആത്മഹത്യയാണോ കൊലപാതകമെന്നാണോ എന്നുള്ള പ്രാഥമികമായ നിഗമനത്തിൽ പോലും പോലീസ് എത്തിയിട്ടില്ല. കാരണം ആ സംഭവ സ്ഥലത്ത് വെച്ച് മറ്റാരെയും കണ്ടിട്ടില്ല. ഈ തീക്കൊളുത്തി മരിച്ചതാവാം എന്ന് തന്നെയാണ് നാട്ടുകാർ ഇപ്പോൾ പറയുന്നത്. പോലീസ് അത്തരത്തിൽ ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നൊരു നിഗമനത്തിലേക്ക് പോലും ഇപ്പോൾ എത്തിയിട്ടില്ല. ശരി, VS രഞ്ജിത്താണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഭക്ഷ്യവിഷബാധയേറ്റ് യുവതി മരിച്ച സംഭവത്തിൽ ദി പാർക്ക് ഹോട്ടൽ ഉടമയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒളിവിൽ കഴിഞ്ഞിരുന്ന ലത്തീഫിനെയാണ് ബംഗളൂരു അടുത്ത് കമ്മന്നഹള്ളിയിൽ നിന്നും പോലീസ് പിടികൂടിയത്.
കഴിഞ്ഞ ഡിസംബർ 29-നാണ് ഹോട്ടലിൽ നിന്ന് അൽഫാം കഴിച്ച രശ്മി എന്ന യുവതിക്ക് ഭക്ഷ്യവിഷബാധയേറ്റതും തുടർന്ന് മരണം സംഭവിച്ചത്. ജനുവരി 2-നാണ് ഭക്ഷ്യവിഷബാധയേറ്റ് നഴ്സായ രശ്മി മെഡിക്കൽ കോളേജിൽ വെച്ച് മരിച്ചത്. മലപ്പുറം മന്തി എന്ന ഹോട്ടലിൽ നിന്നും ആഹാരം കഴിച്ചതിനെ തുടർന്നായിരുന്നു രശ്മിക്ക് ഭക്ഷ്യവിഷബാധയേറ്റത്. യുവതി ചികിത്സ തേടിയെങ്കിലും ആന്തരിക അവയവങ്ങൾക്ക് തകരാർ സംഭവിച്ചതിനെ തുടർന്ന് ജനുവരി 2 രാത്രി 7:30-യോടെയാണ് മരണം സംഭവിച്ചത്. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണകാരണം അണുബാധയാണെന്ന് കണ്ടെത്തിയിരുന്നു. പിന്നീട് നടന്ന രാസപരിശോധനയിലൂടെ അണുബാധ ഭക്ഷണത്തിൽ നിന്നാണ് ഉണ്ടായതെന്ന് സ്ഥിരീകരിച്ചു. തുടർന്ന് ഹോട്ടലുടമയടക്കം പ്രതി ചേർത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇതിനിടയിൽ ഹോട്ടലുടമ കാസർഗോഡ് സ്വദേശി ലത്തീഫ് സംസ്ഥാനം വിടുകയായിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇയാളെ ബാംഗ്ലൂരിൽ നിന്നും പിടികൂടുകയായിരുന്നു. നേരത്തെ ഹോട്ടൽ ചീഫ് കുക്കായ മുഹമ്മദ് സിറാജുദ്ദീനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. നരഹത്യക്കാണ് ഇരുവർക്കുമെതിരെ കേസെടുത്തിട്ടുള്ളത്. കോടതിയിൽ ഹാജരാക്കിയ ലത്തീഫിനെ ഏറ്റുമാനൂർ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. കേസുമായി ബന്ധപ്പെട്ട് ഇനി 2 പേർ കൂടിയാണ് പിടിയിലാകാനുള്ളത്. 24 കോട്ടയം. പാറശാല താലൂക്ക് ആശുപത്രിയിൽ നഴ്സിംഗ് അസിസ്റ്റന്റിനെ മർദ്ദിച്ച സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. ആറയൂർ പുതുവൽ സ്വദേശി ഷിബിൻ രാജിനെയാണ് പാറശാല പോലീസ് അറസ്റ്റ് ചെയ്തത്. ഡ്രസ്സിംഗ് റൂമിനുള്ളിൽ വെച്ചാണ് നഴ്സിംഗ് അസിസ്റ്റന്റിനെ 3 പേർ ചേർന്ന് മർദ്ദിച്ചത്. പാറശാല സർക്കാർ ആശുപത്രിയിൽ നഴ്സിംഗ് അസിസ്റ്റന്റ് ഹരികുമാരൻ നായർക്കാണ് ആക്രമണത്തിൽ പരുക്കേറ്റത്. വാഹനാപകടത്തിൽ പരുക്കേറ്റ് ആശുപത്രിയിലെത്തിയ രോഗിക്ക് മുറിവുകൾ കെട്ടാൻ വൈകിയതാണ് വാക്കുതർക്കത്തിലേക്കും കയ്യാങ്കളിയിലേക്കും എത്തിയത്. താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന്റെ പരാതിയിൽ കേസെടുത്ത പാറശാല പോലീസാണ് ആറയൂർ പുതുവൽ സ്വദേശി ഷിബിൻ രാജിനെ അറസ്റ്റ് ചെയ്തത്. മർദ്ദനത്തിനു ശേഷം ബൈക്കിൽ കയറി രക്ഷപ്പെട്ട പ്രതിയെ പാറശാല ഭാഗത്തു നിന്നാണ് പിടികൂടിയത്. ആരോഗ്യപ്രവർത്തകനെ മർദ്ദിച്ചത് ഒറ്റയ്ക്കായിരുന്നെന്നാണ് ഷിബിൻ രാജ് പോലീസിന് നൽകിയ മൊഴി. തിരുവനന്തപുരം. നടൻ സുനിൽ സുഖതയുടെ കാറിന് നേരെ ആക്രമണം. തൃശൂർ കുഴിക്കാട്ടുശ്ശേരിയിൽ വെച്ചാണ് സംഭവം നടന്നത്. 2 ബൈക്കുകളിലെത്തിയ 4 പേരാണ് ആക്രമണം നടത്തിയതെന്ന് സുനിൽ സുഖത പറഞ്ഞു. നടൻ സുനിൽ സുഖതയുടെ കാറിന് നേരെ ഇന്ന് വൈകുന്നേരത്തോടെയാണ് ആക്രമണമുണ്ടായത്. തൃശൂർ കുഴിക്കാട്ടുശ്ശേരിയിലായിരുന്നു സംഭവം. സുനിൽ സുഖത കാറിലുണ്ടായിരുന്നില്ല. കാറിൽ സഞ്ചരിച്ചിരുന്ന 2 പേർക്ക് മർദ്ദനമേറ്റു. അഭിനേതാക്കളായ ബിന്ദു തങ്കം കല്യാണി, സഞ്ജു എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. ഇടവഴിയിലൂടെ പോകുമ്പോൾ കാർ തട്ടിയെന്ന് പറഞ്ഞായിരുന്നു ആക്രമണം. 2 ബൈക്കുകളിൽ വന്ന 4 പേരാണ് മർദ്ദിച്ചതെന്ന് സുനിൽ സുഖതയുടെ സുഹൃത്തുക്കൾ പറഞ്ഞു. 2 സൈഡ് ഗ്ലാസ്സിലും ഉറക്കെ ഇടിക്ക്. അപ്പോൾ ഞാൻ മദ്യപിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ നമ്മൾ വണ്ടി നിർത്തിയില്ല. ഞങ്ങൾ വേഗം വണ്ടി എടുത്ത് പോകാമെന്ന് പറഞ്ഞു. പോയി ഞങ്ങൾ കുറച്ച് ഇതിൻ്റെ ഈ തൊട്ടടുത്തുള്ള വളവിലെത്തിയപ്പോഴേക്കും ഒരാൾ ഫ്രണ്ട് കൂടെ വന്നു വണ്ടി നിർത്തി ബ്ലോക്ക് ചെയ്തു. മറ്റേ 2 പേര് പിന്നീട് കൂടെ വന്നു. ഞാൻ ഈ സമയത്ത് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ വഴിക്ക് എൻ്റെ തലയ്ക്ക് ഇടിച്ചു. ഇത് കഴിഞ്ഞിട്ട് ഇയാൾ വലിയൊരു കല്ലെടുത്ത് ഫ്രണ്ട് ഗ്ലാസ് ഇടിച്ച് പൊട്ടിക്കുകയും ചെയ്തു. കാറിന്റെ മുൻവശത്തെ ചില്ല് തകർത്തു. ആളൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. നാടക പരിശീലന ക്യാമ്പുമായി ബന്ധപ്പെട്ട് കുഴിക്കാട്ടുശ്ശേരിയിലെത്തിയതായിരുന്നു ഇവർ. അടുത്ത ദിവസം കുഴിക്കാട്ടുശ്ശേരിയിൽ ഇവരുടെ നാടകം അരങ്ങേറുന്നുണ്ട്. നാടകം നടക്കുന്ന സ്കൂളിലേക്ക് പോകും വഴിയാണ് ആക്രമണമുണ്ടായത്. 24 തൃശൂർ. ഇടവേളയിലേക്ക് പോകും മുൻപ് സൂചിപ്പിച്ചതുപോലെ നമ്മളിനി പോകുന്നത് കടുവാപ്പേടി ഒഴിയാതെ. വീണ്ടും കടുവാപ്പേടിയിലാണ്. വയനാട് പിലക്കാവ് മണിയൻകുന്ന്. ഇന്നലെ പശുവിനെ ആക്രമിച്ചു കൊന്ന കടുവ ഇന്നും ജനവാസ മേഖലയിൽ എത്തി. കടുവയെ പിടിക്കാൻ കൂട് സ്ഥാപിക്കാനുള്ള നടപടികൾ വനംവകുപ്പ് വൈകിപ്പിക്കുന്നുവെന്നും ആക്ഷേപമുണ്ട്. മണിയൻകുന്ന് ദിവാകരന്റെ പശുക്കിടാവിനെ ഇന്നലെയാണ് കടുവ ആക്രമിച്ചു കൊന്നത്. പ്രതിഷേധമുയർന്നതോടെ വനംവകുപ്പ് സംഘം പ്രദേശത്ത് കാവലേർപ്പെടുത്തി. അവശേഷിക്കുന്ന മാംസം ഭക്ഷിക്കാൻ കടുവ വീണ്ടും ജനവാസ മേഖലയിലെത്തി. ഞാൻ നോക്കി നിൽക്കുകയാണ് കടുവ പിടിച്ചത്. എന്നിട്ട് കടുവയല്ല പുള്ളിപ്പുലിയാണെന്ന് അവർ പറഞ്ഞു. ഇന്നിപ്പോൾ കടുവയാണെന്ന് സ്ഥിരീകരിച്ചു. എന്നിട്ട് അതിൻ്റെ നഷ്ടപരിഹാരമോ എന്തെങ്കിലും ഒരു കാര്യം അതിനെപ്പറ്റി സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവർ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിയെടുത്ത് പായാണ് ഓടുന്നുണ്ട്. വീണ്ടും അത് രാത്രി വലിച്ചുകൊണ്ടേ കാട്ട് കയറ്റിയിട്ട് അതിൻ്റെ തൊടേൻ്റെ ഭാഗം കുറേ ഭാഗം തിന്നു. ഇന്നിപ്പോൾ അത് അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടി ഇപ്പുറത്ത് കയറി ഇപ്പോൾ അങ്ങോട്ട് തന്നെ തിരിച്ചു കയറി. കൂട് സ്ഥാപിക്കുന്നതിൽ അവ്യക്തത തുടരുന്നു എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. എന്നാൽ ഇന്ന് തന്നെ നടപടികൾ പൂർത്തിയാക്കുമെന്നാണ് ജനപ്രതിനിധികൾ നൽകുന്ന ഉറപ്പ്. കൂട് വെക്കാൻ എന്തായാലും ഇന്ന് 4 മണിയോടുകൂടി
ചെയ്യുന്നതാണ് നമുക്ക് ഉറപ്പ് കിട്ടിയിട്ടുള്ളത്. സാധനം എങ്ങോട്ടും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. രാവിലെ കാണുകയും ചെയ്തു. രാവിലെ 7-7:30 ഇവിടെ എത്തിയപ്പോൾ സംഗതി ഇവിടെ തന്നെ ഉണ്ട്. പ്രദേശത്ത് ഫെൻസിംഗ് പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ നേരത്തെ നിശ്ചയിച്ചിരുന്നുവെങ്കിലും പിന്നീട് നടപടിയുണ്ടായില്ലെന്നും ആക്ഷേപമുണ്ട്. വനംവകുപ്പിന്റെയും പോലീസിന്റെയും കാവലിലാണ് മണിയംകുന്ന് പ്രദേശം. ഭീതിക്ക് എന്നാണ് അറുതിയുണ്ടാവുക? ക്യാമറമാൻ വിജിത്തൂർ കടവിനൊപ്പം ദീപക് മലയമ്മ, 24 വയനാട്. എന്തായാലും വല്ലാത്ത ഭീതിയാണല്ലേ. ഇന്നലെ ഒരു കടുവയെ പിടിച്ചു എന്ന് പറയുമ്പോൾ പോലും പുതിയ പുതിയ സ്ഥലങ്ങൾ കടുവ ഇറങ്ങുന്നു, ഇനിയും കൂടുതൽ കടുവ കാടിറങ്ങാനിരിക്കുന്നു എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ. മാത്രമല്ല ഹാഷ്മി, ഒരു സ്ഥലത്ത് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ഈ കാടിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തുള്ള ആളുകൾക്കൊരു ഭീതി ഉണ്ടാകും. അത് കൂടുതൽ വാർത്തകൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവരുടെ കാലാവസ്ഥ എന്താണെന്ന് നമുക്കറിയാലോ. മാത്രമല്ല കടുവ മാത്രമല്ല, ആനയുണ്ട്, കാട്ടുപോത്തുണ്ട്, അങ്ങനെ മലയണ്ണാൻ, മറ്റേ കാട്ടുപോത്ത്, എന്താണ് കാട്ടുമുയൽ വരെ അവർക്ക് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് പറഞ്ഞത്. അപ്പോൾ ഇത്തരം കടുവയും പിന്നെ പുള്ളിപ്പുലി, ഈ പറയുന്ന നേരത്തെ അയാൾ പറഞ്ഞ പോലെ പുള്ളിപ്പുലി, കടുവ, കാട്ടുപോത്ത്, കാട്ടാന, ആന എല്ലാം കൂടെ ചേർന്ന് വനാതിർത്തിയിലെ മനുഷ്യരുടെ ജീവിതം ദുസ്സഹമാക്കുന്നു. ഇതിനൊരു പരിഹാരം എന്ന് പറഞ്ഞാൽ ഫെൻസിങ്ങോ അല്ലെങ്കിൽ കൂടുവെക്കലോ പോലെയുള്ള താൽക്കാലിക പരിഹാരങ്ങളല്ല, ശാശ്വതമായ പരിഹാരം വേണമെന്ന ജനത ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട്. മാത്രമല്ല പലപ്പോഴും ഈ വന്യമൃഗങ്ങൾ ഇപ്പോൾ അടുത്തിടെ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ കടുവ, അത് ഒരിക്കലും ആ മേഖലയിലൊന്നും വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടായിരുന്ന മേഖലയല്ല. അത് തന്നെയാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യവും. ഇതെന്ന് പറഞ്ഞാൽ കടുവ ഈ വയനാട് മേഖലയിൽ 184 കടുവ ഉണ്ടെന്നാണ് 2018 കണക്ക്. 2022 എത്തുമ്പോഴത്തേക്ക് എങ്ങനെ പോയാലും 200-250 ആവുമെന്ന് പറയുന്നു. ഒരു കടുവയ്ക്ക് 100 ചതുരശ്ര കിലോമീറ്റർ ആണ് അത്രേ അതിന്റെ ടെറിട്ടറി. അപ്പോൾ ഇത്രയും കടുവ വർദ്ധിക്കുമ്പോൾ ഈ ഒരു ടെറിട്ടറിയിൽ ഒരു കടുവയല്ലാതെ മറ്റു കടുവയെ അത് അടുപ്പിക്കില്ല. ഒരു പെൺകടുവയോ കുഞ്ഞു കടുവകളോ അല്ലാതെ മറ്റ് ആൺകടുവകളെ അടുപ്പിക്കില്ല. അപ്പോൾ അതിൻ്റെ ഒരു എക്കോസിസ്റ്റത്തിൻ പ്രകാരം കാട് ഉൾക്കൊള്ളാൻ കഴിയാത്ത കടുവകളുടെ എണ്ണം കൂടി സ്വാഭാവികമായിട്ട് അത് പുറത്തേക്ക് വരും എന്നുള്ളതാണ് വിലയിരുത്തൽ. എന്താണ് പരിഹാരം എന്ന് ചോദിച്ചാൽ ഇപ്പോഴും കൃത്യമായ പരിഹാര നിർദ്ദേശങ്ങൾ എവിടെയുമില്ല എന്നുള്ളതാണ് വസ്തുത. മറ്റൊരു വാർത്തയിലേക്കാണ് ഇനി. KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് ഒരാഴ്ച കൂടി അടച്ചിടാൻ ജില്ലാ കളക്ടർ ഡോക്ടർ PK ജയശ്രീ ഉത്തരവിട്ടു. ജനുവരി 21 വരെയാണ് അടച്ചിടുക. വിദ്യാർത്ഥി സമരത്തെ തുടർന്ന് കഴിഞ്ഞ 20 ദിവസങ്ങളായി ക്യാമ്പസ് അടച്ചിട്ടിരിക്കുകയായിരുന്നു. ജാതി വിവേചനം ആരോപിച്ച് വിദ്യാർത്ഥികൾ തുടങ്ങിയ സമരത്തിൽ സർക്കാർ നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡയറക്ടർ ശങ്കർ മോഹനെതിരെ വിദ്യാർത്ഥികൾ ഉയർത്തിയ പരാതികൾ ശരിവെക്കുന്ന റിപ്പോർട്ടാണ് സർക്കാരിന് കിട്ടിയത് എന്നാണ് സൂചന. നിലവിൽ ക്യാമ്പസിൽ സമാന്തര ക്ലാസുകൾ സംഘടിപ്പിച്ച് പഠനവുമായി മുന്നോട്ട് പോവുകയാണ് വിദ്യാർത്ഥികൾ. ക്യാമ്പസ് ഗേറ്റിന് മുന്നിൽ വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന 42ാമത്തെ ദിവസമായിരുന്നു സമരത്തിൽ ഇന്ന്. തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടിലേക്കാണ്. തമിഴ്നാട് ശ്രീപെരുമ്പത്തൂരിൽ പീഡന കേസ് പ്രതികൾക്ക് നേരെ പോലീസ് വെടിവെച്ചു. പോലീസിനെതിരെ നിറയൊഴിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പോലീസ് സംഘം വെടിവെച്ചത്. കാലുകൾക്ക് പരിക്കേറ്റ 2 പ്രതികളെയും ചെന്നൈയിലെ സ്റ്റാൻലി സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജനുവരി 11-നുണ്ടായ പീഡന കേസുമായി ബന്ധപ്പെട്ടാണ് ഗുമ്മിടിപ്പുണ്ടി സ്വദേശികളായ നാഗരാജും പ്രകാശും അറസ്റ്റിലായത്. കേസുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പിനിടെയാണ് പ്രതികൾ പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചത്. ബൈക്കിൽ സൂക്ഷിച്ചിരുന്ന തോക്കെടുത്ത് പ്രതികൾ പോലീസിന് നേരെ നിറയൊഴിക്കുകയായിരുന്നു. ഇതോടെ പോലീസ് തിരിച്ചു വെടിവെച്ചു. കാലിന് പരിക്കേറ്റ ഇരുവരെയും കാഞ്ചീപുരം ആശുപത്രിയിലും പിന്നീട് ചെന്നൈയിലെ ആശുപത്രിയിലേക്കും എത്തിച്ചു. സിപ്കോട്ട് വ്യവസായ പാർക്കിലെ സ്വകാര്യ കമ്പനി ജീവനക്കാരിയെ പീഡിപ്പിച്ച കേസിലാണ് ഇരുവരും അറസ്റ്റിലായത്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന പെൺകുട്ടിയെ പോലീസുകാരാണെന്ന വ്യാജേന സമീപിച്ച് പീഡിപ്പിച്ചുവെന്നാണ് കേസ്. തമിഴ്നാട് പോലീസ് സജ്ജീകരിച്ച കാവലൻ ആപ്ലിക്കേഷൻ വഴിയാണ് പെൺകുട്ടി പരാതി നൽകിയത്. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് പ്രതികളിലേക്ക് എത്തിയത്. ഇവർക്കെതിരെ വേറെയും കേസുകളുണ്ടെന്നും പോലീസ് എന്ന വ്യാജേന നടത്തിയ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് സമഗ്രമായി അന്വേഷിക്കുമെന്നും കാഞ്ചീപുരം പോലീസ് സൂപ്രണ്ട് സുധാകരൻ അറിയിച്ചു. 24 ചെന്നൈ. കാഞ്ചീപുരത്ത് മലയാളി പെൺകുട്ടിക്ക് ക്രൂരപീഡനം, ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെ അടിച്ചു വീഴ്ത്തിയ ശേഷം തട്ടിക്കൊണ്ടുപോയാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. കേസിൽ 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വീണ പ്രതികൾക്ക് കാലിനും കൈക്കും പരുക്കേറ്റു. ആളൊഴിഞ്ഞ മേഖലയിൽ കോളേജ് വിദ്യാർത്ഥികളായ സുഹൃത്തുക്കൾ സംസാരിച്ചു നിൽക്കവെയാണ് 6 പേർ ഇരുചക്ര വാഹനത്തിലെത്തി ആക്രമിച്ചത്. കത്തികാട്ടി ഭീഷണിപ്പെടുത്തി സുഹൃത്തിനെ അടിച്ചു വീഴ്ത്തിയ ശേഷം പെൺകുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു. സംഭവസ്ഥലത്തു നിന്നും രക്ഷപ്പെട്ട പെൺകുട്ടിയും സുഹൃത്തും വീട്ടിലെത്തി രക്ഷിതാക്കളെ വിവരമറിയിച്ചു. തുടർന്നാണ് കാഞ്ചീപുരം പോലീസിൽ പരാതി നൽകിയത്. മൊബൈൽ ഫോൺ സിഗ്നലുകളും CCTV ദൃശ്യങ്ങളും പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് 6 പേരെ പോലീസ് പിടികൂടിയത്. കാഞ്ചീപുരം സെവിലിമേട് വിപ്പേട് സ്വദേശികളായ മണികണ്ഠൻ, വിമൽ, ശിവകുമാർ, തെന്നരശ്, വിഘ്നേഷ്, തമിഴരശൻ എന്നിവരാണ് പിടിയിലായത്. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പരിക്കേറ്റ ഇവരെ കാഞ്ചീപുരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 15ഓളം പേരെ സമാന രീതിയിൽ കൂട്ടബലാത്സംഗം ചെയ്ത സംഘമാണ് പിടിയിലായതെന്ന് പോലീസ് പറയുന്നു.
പീഡനത്തിനു ശേഷം യുവതികളിൽ നിന്ന് പണവും സ്വർണവും മൊബൈൽ ഫോണുകളും തട്ടിയെടുക്കുന്നതാണ് സംഘത്തിൻ്റെ പതിവ്. സെവിലിമേഡിലെ ആളൊഴിഞ്ഞ പ്രദേശത്ത് വെച്ചാണ് പ്രതികൾ എല്ലാ കുറ്റകൃത്യങ്ങളും നടത്തിയിട്ടുള്ളതെന്നും പോലീസ് പറഞ്ഞു. 24 ചെന്നൈ. ആലപ്പുഴയിലെ മുതിർന്ന CPM നേതാവ് ജി സുധാകരൻ പറയുന്നത് ലഹരിക്കെതിരെ പ്രവർത്തിക്കുകയും ലഹരി കടത്തുകയും ചെയ്യുന്ന സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറയുന്നു. രാഷ്ട്രീയം എന്നത് കലയും സംസ്കാരം ചേർന്നാണ്, ഇപ്പോൾ അതിനെ ദുഷിച്ചുപോയി എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ആലപ്പുഴയിലെ സംഭവവികാസങ്ങളോട് ജി സുധാകരൻ പ്രതികരിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണമാകണം അതല്ലേ? അങ്ങനെ അതിനെ കാണേണ്ടിയിരിക്കുന്നു. പ്രൈം ടൈം ന്യൂസിനെ കടക്കുന്നത് മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സെന്റ് മേരീസ് ബസിലിക്കയിൽ ജനാഭിമുഖ കുർബാന തന്നെ തുടരുമെന്ന് അതിരൂപത സംരക്ഷണ സമിതി അറിയിച്ചു. ജനാഭിമുഖ കുർബാന അനുവദിക്കുകയില്ല എന്ന സിനഡ് തീരുമാനം ലംഘിക്കുമെന്നും വിമത വിഭാഗം. എറണാകുളം മറൈൻ ഡ്രൈവിൽ നടന്ന വിശ്വാസ പ്രഖ്യാപന റാലിയിലാണ് അതിരൂപത സംരക്ഷണ സമിതി നിലപാട് വ്യക്തമാക്കിയത്. നീതി നിഷേധിച്ചാൽ നിയമം ലംഘിക്കേണ്ടി വരും എന്ന് ഫാദർ സെബാസ്റ്റ്യൻ തളിയൻ പറഞ്ഞു. മേജർ ആർച്ച് ബിഷപ്പിന്റെ സർക്കുലർ ഇനി പള്ളികളിൽ വായിക്കില്ലെന്നും പ്രമേയത്തിൽ അതിരൂപത സംരക്ഷണ സമിതി വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ വാർത്ത. ആലപ്പുഴയിലെ CPM ജില്ലാ നേതൃത്വത്തിനെതിരെ പരോക്ഷ വിമർശനവുമായി മുതിർന്ന നേതാവ് ജി സുധാകരൻ ലഹരിക്കെതിരെ പ്രവർത്തിക്കുകയും ലഹരി കടത്തുകയും ചെയ്യുന്ന സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ജി സുധാകരൻ വിമർശിച്ചു. ആലപ്പുഴ ജൂനിയർ ചേംബർ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജി സുധാകരൻ. അഴിമതിക്കെതിരെ ഘോരഘോരം പ്രസംഗിച്ചാൽ പോരാ, അഴിമതി കാണിക്കാതിരിക്കുകയും കാണിക്കുന്നവരെ നിരുത്സാഹപ്പെടുത്തുകയും ഭരണഘടനാപരമായ മാനദണ്ഡം ഉപയോഗിച്ച് ശിക്ഷ കൊടുക്കുകയും വേണം. ലഹരിയെപ്പറ്റി എതിരായിട്ട് പ്രസംഗിക്കുകയും ലഹരി വസ്തുക്കൾ വിൽക്കുകയും ചെയ്യുന്നത് ഒരു തമാശയായിട്ട് മാറിയിരിക്കുകയാണ് കേരളത്തിൽ. സാർവത്രികമായി വന്നുകൊണ്ടിരിക്കുകയാണ്. പറയുക പ്രവർത്തകർ തമ്മിൽ യാതൊരു പൊരുത്തവും വേണ്ട എന്നുള്ള ഏതാണ്ട് അലിഖിതമായി അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പം അങ്ങനല്ല. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ ചേരുന്നത്. വിഷ്ണു, ആലപ്പുഴയിലെ ഇപ്പോൾ നടക്കുന്ന സംഭവവികാസങ്ങളുമായി ബന്ധപ്പെട്ട് ലഹരിക്കെതിരെ പ്രവർത്തിക്കുകയും ലഹരി കടത്തുകയും ചെയ്യൽ പതിവായിരിക്കുന്നുവെന്ന് ജി സുധാകരൻ പറയുന്നതിനെ പരോക്ഷ വിമർശനം എന്നുപോലും പറയേണ്ടതില്ല, അത് പ്രത്യക്ഷ വിമർശനമാണ്. വിഷ്ണു, ഹാഷ്മി അങ്ങനെ തന്നെ വിലയിരുത്താം. പക്ഷെ അദ്ദേഹം അത് സമ്മതിക്കുമോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് വ്യക്തത എഴുതുന്നത്. കാരണം നമുക്ക് നേരത്തെ തന്നെ ഈ കരുനാഗപ്പള്ളി ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിലെ LDFന്റെ CPMന്റെ നഗരസഭാ ചെയർമാൻ A. ഷാനവാസിനെതിരെ പാർട്ടി നടപടി സ്വീകരിച്ചിരുന്നു. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്ന തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു. പാർട്ടി വലിയ പ്രതിസന്ധിയിലേക്കും ആ വിഷയത്തിൽ പോവുകയും ചെയ്തു. ആലപ്പുഴയിൽ നിലവിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട വിഭാഗീയതയും രൂക്ഷമാണ്. ഇതിനിടയിലാണ് മുതിർന്ന CPM നേതാവായ ആലപ്പുഴയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ ജി സുധാകരൻ ഒരു പരാമർശം വരുന്നത്. അദ്ദേഹം ജൂനിയർ ചേംബേഴ്സ് അസോസിയേഷൻ മീറ്റിംഗുമായി ബന്ധപ്പെട്ടുള്ള ഉദ്ഘാടന ചടങ്ങിനാണ് ഇത്തരത്തിലുള്ള പരാമർശം നടത്തിയത്. പ്രധാനമായും ഈ ഇത്തരത്തിൽ, അതായത് ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെ അത് കടത്തുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നൊരു പരോക്ഷ വിമർശനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അദ്ദേഹം ഉന്നം വെച്ചത് ആരെയാണ് എന്ന വിമർശനം കാണുന്ന ആളുകൾക്കെല്ലാം മനസ്സിലാകും അദ്ദേഹം ഉന്നം വെച്ചത് ആരെയാണ് എന്ന്. പക്ഷേ അതൊരു പ്രത്യക്ഷ വിമർശനത്തിലേക്കോ അല്ലെങ്കിൽ പരസ്യ പ്രതികരണത്തിലേക്കോ വരാൻ അദ്ദേഹം തയ്യാറല്ല എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിൽ ഈ മുതിർന്ന CPM അംഗമായ ജി സുധാകരൻ കൂടി ഈ വിഷയത്തിൽ ഇടപെട്ടതോടെ ഈ വിഷയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുകയാണ്. ഒരുപക്ഷെ CPMൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ ചർച്ചകൾ ഒരുപക്ഷെ ഉണ്ടാകും. നിലവിൽ അന്വേഷണ കമ്മീഷൻ ഉൾപ്പെടെ നിയോഗിച്ച് ഷാനവാസിനെതിരെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിലാണ് CPMന്റെ മുതിർന്ന നേതാവ് കൂടി ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത്. അത് അന്വേഷണ പരിധി അല്ലെങ്കിൽ അന്വേഷണ കമ്മീഷൻ ഉൾപ്പെടെ ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഹാഷ്മി. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ വിഷ്ണു ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ജി സുധാകരനെ സമ്മതിക്കാൻ വഴിയൊന്നുമില്ല, സമ്മതിക്കില്ല. പക്ഷെ അദ്ദേഹം നേരത്തെ പറയുന്നുണ്ടായിരുന്നു രാഷ്ട്രീയം എന്താ ക്രിമിനൽ കൈയടക്കി വെച്ചിരിക്കുന്നു എന്ന്. ആലപ്പുഴയിലെ പാർട്ടിയെ ഉദ്ദേശിച്ചാണ് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ ഈ പുതിയ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹം ഒന്നും പറയുന്നില്ലെങ്കിലും സ്വാഭാവികം വലിയ അമർഷം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്. അത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ പുറത്തേക്ക് വരാതിരിക്കാൻ നിർവാഹമില്ല. വലിയ പ്രശ്നങ്ങൾ ആലപ്പുഴ CPIMൽ നടക്കുന്നുണ്ട്. പക്ഷെ നേതാക്കൾ അതൊക്കെ തള്ളി പറയുകയാണെങ്കിൽ പോലും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പരിഗണിക്കാതിരിക്കാനും പറ്റില്ല. അതെ, ജി സുധാകരൻ പറയുന്നു ലഹരി കടത്തുക അല്ലെങ്കിൽ ലഹരിക്കെതിരെ സംസാരിക്കുകയും ലഹരി കടത്തുകയും ചെയ്യൽ ഇപ്പോഴത്തെ ഒരു ഫാഷനായി മാറുന്നു എന്നാണ് ജി സുധാകരൻ്റെ പ്രതികരണം. ന്യൂസിലേക്ക് വീണ്ടും. കോഴിക്കോട് പേരാമ്പ്രയിൽ കൈക്കൂലി ആരോപണം ഉയർന്ന BJP മണ്ഡലം ഭാരവാഹികൾക്കെതിരെ അച്ചടക്ക നടപടി. മണ്ഡലം ജനറൽ സെക്രട്ടറി K. രാഘവൻ, വൈസ് പ്രസിഡന്റ് ശ്രീജിത്ത് എന്നിവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. ഇന്ന് ചേർന്ന ജില്ലാ കോർ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. പേരാമ്പ്ര മണ്ഡലം യോഗത്തിൽ അതിക്രമിച്ചു കിടന്ന ബഹളമുണ്ടാക്കിയ 5 പ്രവർത്തകരെയും പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. പാർട്ടി ഭാരവാഹികൾ കൈക്കൂലി വാങ്ങി എന്ന് പേരാമ്പ്രയിലെ പെട്രോൾ പമ്പ് ഉടമ
പ്രജീഷ് ആരോപണം ഉന്നയിച്ചിരുന്നു. തുടർന്ന് ഒരു കൂട്ടം പ്രവർത്തകർ ഇതിനെതിരെ മണ്ഡലം ഭാരവാഹി യോഗത്തിൽ ബഹളമുണ്ടാക്കിയതും വിവാദമായിരുന്നു. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലൂടെ ഒരു പ്രദക്ഷിണമാണ് പ്രൈം ടൈം ന്യൂസ് നടത്തിയത്. വാർത്തകൾ അവസാനിക്കുന്നില്ല, ഇനിയും ഒരുപാട് വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. പക്ഷേ പ്രൈം ടൈം ന്യൂസിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ് ഇപ്പോൾ.